സർക്കാരിന്റെ കാശുകൊണ്ട് പണിഞ്ഞ വീടിന് വിള്ളൽ വന്നിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ എന്ത് ധാർമ്മികത CPM-നുള്ളത്? എന്ത് ധാർമ്മികത? ഇത് പറയാൻ ഉളുപ്പുണ്ടോ? നാണമുണ്ടോ? മര്യാദയുണ്ടോ? കാരണം ഞങ്ങളുടെ പണം, ഇവിടുത്തെ ജനങ്ങളുടെ പണം, ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പണം, ഇവിടുത്തെ കർഷക തൊഴിലാളിയുടെ പണം എടുത്ത് ഇവിടെ വീടുകൾ ഉണ്ടാക്കി, ഇവിടെ കർണാടക ഗവൺമെന്റ് ഉൾപ്പെടെ രൂപ കൊടുത്തിട്ടുണ്ടല്ലോ, ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, ലോകമെമ്പാടുള്ള മലയാളികൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആ മലയാളികൾക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഈ സർക്കാർ കാണിച്ചത്? ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഓഹോ, നമ്മുടെ ചാണ്ടി ഉമ്മൻ സാറ് ആകെ ചൂടിലാണ് കേട്ടോ, വയലന്റ് ആണെന്ന് തോന്നുന്നു ആള്. അദ്ദേഹം മലയാളികൾക്ക് വേണ്ടി എന്തോ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അത്രേ. ഈ സർക്കാർ കൽപ്പറ്റ ടൗണിൽ ഈ ചൂരൽമല ദുരന്ത നിവാസികൾക്ക് വേണ്ടി കുറേ വീട് വെച്ചല്ലോ. അതിലൊരു 178 വീടിൻ്റെ ഈ താക്കോലും അല്ലെങ്കിൽ ആധാരങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച് ആ വീട് അവസാനം കൈമാറാൻ പോകുന്ന ഈ അവസാന കാലഘട്ടത്തിൽ ഈ അവിടുത്തെ ഈ ഊരാള് മിൽ സൊസൈറ്റി ഉണ്ടല്ലോ, അവരാണല്ലോ ഇത് ടെൻഡറും കോൺട്രാക്ടറൊക്കെ എടുത്തിരിക്കുന്നത്. അവരെന്തോ ടെസ്റ്റ് ചെയ്തപ്പോൾ ചോർച്ചയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു വീടിനെങ്ങാണ്ടോ 1-2 വീടിന് ചെറുതായി ഒരു കിനിവ് കണ്ടു. അതിൻ്റെ ആ നടപടിക്രമങ്ങളും അതിൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സൊക്കെ ചെയ്യുന്നതിൻ്റെ ടെസ്റ്റിൻ്റെ ഭാഗമായാണ് കണ്ടത്. ഈ വീട് കിട്ടിയിരിക്കുന്നത് നൗഫൽ എന്നൊരു വ്യക്തിക്കാണ്. അദ്ദേഹത്തിന് ഈ ദുരന്തത്തിൽ തൻ്റെ പ്രിയപ്പെട്ട 16ഓളം പേരെ നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിയാണെന്നാണ് പറയുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ വിള്ളൽ കണ്ടപ്പോൾ അദ്ദേഹത്തിനാകെ വിഷമം തോന്നി. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ എഞ്ചിനീയർമാരൊക്കെ ഒരു ചെറിയ വിള്ളൽ സംശയം തോന്നിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കിനിമുണ്ടോ എന്ന് സംശയം തോന്നിയപ്പോൾ അതിന് ചുറ്റും ഒരു വലിയ റൗണ്ട് ചെയ്ത് വെച്ചു. അവർക്കാരിലൊക്കെ ഇത് നോക്കാൻ വേണ്ടിയിട്ട് മേലെ വെള്ളം കെട്ടി നിർത്തി വീണ്ടും കിനിയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊരു റൗണ്ട് വരച്ച് വെച്ചു. ആ റൗണ്ട് വര ഒരു നമ്മുടെ പ്രമുഖ ചാനല് അത് വലിയ ക്ലോസപ്പിലെടുത്ത് അതാണ് വിള്ളൽ എന്നുള്ള തരത്തിൽ കേരളം മുഴുവൻ പ്രചരിപ്പിച്ചു. എന്നിട്ട് നമ്മുടെ രാജൻ മിനിസ്റ്റർ വന്നിട്ട് അത് വിള്ളലല്ല എന്നും അത് ഈ ചെറിയ കിനിവ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് ചുറ്റും മാർക്ക് ചെയ്ത് വെച്ച ഒരു വരയാണെന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മേശമേൽ കയറി നിന്നിട്ട് ആ വര മാച്ച് കളയുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ടായിരുന്നു. അത് ചെയ്തു കഴിഞ്ഞ ഉടനെ ഈ നൗഫൽ എന്ന വ്യക്തി അവിടേക്ക് കയറി വന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, സംസ്ഥാന പ്രസിഡന്റോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് മന്ത്രിക്ക് കിളി പോയതാണെന്നുള്ളൊരു പ്രയോഗം നടത്തി ആ മന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ തനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് തൻ്റെ കൂടെ നിന്ന അദ്ദേഹത്തിൻ്റെ കൂടെ മാത്രമല്ല 400ഓളം വീടുകൾ പണിത് ആ ദുരന്തബാധിതരെ അന്ന് മുതൽ ചേർത്ത് പിടിച്ച ഒരു സർക്കാരിനെയും ഒരു മന്ത്രിയെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായി. അത് ശരിയാണോ ശരിയല്ലേ എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർ നിശ്ചയിക്കട്ടെ. ഈ സംഭവം ഉണ്ടായത് മുതൽ ഒരു സുവർണാവസരം വീണ് കിട്ടിയതുപോലെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെല്ലാം തേനീച്ച പൊതിയുന്ന പോലെ ഓടി വന്ന് ഈ സർക്കാരിനെയും രാജ്യം മിനിസ്റ്ററെയും അധിക്ഷേപിക്കുക എന്നാണ്. കൂലിപ്പണിക്കാരൻ, വാർക്കക്കാരൻ, അങ്ങനെ തുടങ്ങി രാജ്യം മിനിസ്റ്ററെ പറയാത്ത ഒരു കാര്യമില്ല. അത് രാജൻ മിനിസ്റ്ററിന് മറുപടി കൊടുത്തതാണ്. 5 കൊല്ലം മന്ത്രിയായിരുന്നിട്ട് തന്നെ മുതലാളി എന്ന് പറഞ്ഞില്ലല്ലോ, ഒരു കൂലിപ്പണിക്കാരെന്നല്ലേ പറഞ്ഞത്. അത് വലിയ അന്തസ്സുള്ള കാര്യമാണെന്നും അത് തനിക്കൊരു അവാർഡ് തന്നതുപോലെയാണെന്നും അദ്ദേഹം ഈ കൂട്ടർക്ക് തക്കതായ ചുട്ട മറുപടി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ജിദ്ദോ ജോൺ എന്ന നേതാവും ഇദ്ദേഹത്തിനെ ഇതേപോലെ അധിക്ഷേപിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഉമ്മൻചാണ്ടിയുടെ മകനില്ലേ ചാണ്ടി ഉമ്മൻ, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തൊരു അധിക്ഷേപകരമായ വാക്കാണ് ഈ ചാണ്ടി ഉമ്മനെ പോലെ. പ്രത്യേകിച്ചും അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ വന്നത് നമുക്കറിയാം. റീസെൻ്റായി സ്വന്തം പിതാവിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഈ പാർട്ടി അദ്ദേഹത്തിന് ദാനം നൽകിയ ഒരു സീറ്റിൽ നിന്ന് അദ്ദേഹം ജയിച്ചു വന്നതാണ്. അങ്ങനെ ചാണ്ടി ഉമ്മൻ കേരള രാഷ്ട്രീയത്തിലൊരു നേതാവായിട്ടുള്ളതാണ്. അദ്ദേഹത്തിനൊരു നാട്ടിലുണ്ട്, താൻ വലിയ ലാളിത്യമുള്ളതാണ്, തൻ്റെ പിതാവിനെ പോലെ തന്നെ താനും ലാളിത്യം നിറഞ്ഞ ഒരാളാണെന്നുള്ള ഒരു ചില അഹങ്കാരങ്ങളുണ്ട്. ഈ പ്രചരണ കാലഘട്ടത്തിലൊക്കെ സൈക്കിളിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരാളാണ്, ഫ്ലെക്സ് ബോർഡുകൾ വെക്കില്ല, അങ്ങനെ ചില ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പല പ്രയോഗങ്ങളും ചില നാട്യങ്ങളും നാടകങ്ങളൊക്കെ അദ്ദേഹം കാണിക്കാറുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു നാടകമാണോ ഇപ്പം ഇവിടെ ഈ ചാണ്ടി ഉമ്മൻ സാർ ഈ ചൂരൽമലയിലെ വീടുകളിലെ വിള്ളലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നടത്തിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അദ്ദേഹം എന്താ ചോദിക്കുന്നത്? ഈ മലയാളികൾക്ക് വേണ്ടി ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കത്രേ. അതേ മലയാളികൾ ചാണ്ടി ഉമ്മൻ സാറിനോടും കോൺഗ്രസിനോടും യൂത്ത് കോൺഗ്രസിനോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് അവിടെ വീട് വെച്ചോ എൻ്റെ നേതാവേ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? വിള്ളലിൻ്റെ കാര്യം പോട്ടെ, നിങ്ങൾ കെട്ടിയ വീടുകൾക്ക് വിള്ളൽ ഉണ്ടാവണമെങ്കിൽ നിങ്ങളവിടെ ഒരു വീട് പണിതാലല്ലേ വിള്ളൽ ഉണ്ടാവുള്ളൂ.
വിള്ളലുണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ ആദ്യമായി ഒരു വീട് വേണ്ടേ? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കൊട്ടിഘോഷിക്കപ്പെട്ട ആഘോഷപൂർവ്വം നിങ്ങളുടെ കേന്ദ്ര നേതാക്കളെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയൊക്കെ കൊണ്ടുവന്ന് നടത്തിയ വലിയൊരു മാമാങ്കമായി നടത്തിയൊരു കല്ലിടൽ കർമ്മമുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ജനക്കൂട്ടം ആർത്തുല്ലസിച്ച് ഇതാ ഇപ്പോൾ പണിയുന്നു, പിറ്റേ ദിവസം പണിയുന്നു. നിങ്ങളുടെ സതീശൻ സാറ് പറഞ്ഞു അവിടെ പണി തുടങ്ങി, പോയി നോക്കിക്കോ എന്നൊക്കെ മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിക്കുന്ന സീനൊക്കെ ആ ഇലക്ഷൻ കാലത്ത് കണ്ടതല്ലേ? എവിടെ എൻ്റെ നേതാവേ വീട്? ആ വീട് എവിടെ? ഈ ചോദ്യത്തിന് നിങ്ങൾ മലയാളികൾക്ക് ഉത്തരം കൊടുക്കണ്ടേ? അതോ ഈ സർക്കാരിന് മാത്രമാണോ ബാധ്യത? സർക്കാർ പിരിച്ച കാശുണ്ടെങ്കിൽ അവിടെ വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏതൊരു മനുഷ്യനും കണ്ണുള്ളവനും അതവിടെ പോയാൽ കാണാൻ സാധിക്കും. അത് 100-400 വീടുകൾ അവിടെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് 178 വീടുകളുടെ പണി ഏതാനും ദിവസങ്ങൾക്കകം പൂർത്തിയായി. അവിടെ ഈ മനുഷ്യർ താമസം തുടങ്ങും. അതിൻ്റെ ഫൈനലായിട്ടുള്ള എല്ലാ നടപടികളും നടന്നു. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് അവരും ഒരുപക്ഷെ ഇടതുപക്ഷവും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തങ്ങളുടെ പ്രവൃത്തികളെ ജനങ്ങളിൽ എത്തിച്ചു എന്ന് കാണിക്കാൻ അവരും ഒരു ചടങ്ങൊക്കെ നടത്തി കാണും. അതിന് ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തു കാണും, അതിൻ്റെ പട്ടയം കൊടുത്തു കാണും, ആ വീടുകളിലെ താക്കോല് കൊടുത്തു കാണും. ഇതൊക്കെയാണ് നിങ്ങളുടെ വീടുകളെന്ന് പറഞ്ഞു കാണും. അവർക്കൊരു വിശ്വാസം ഉണ്ടാക്കി കാണും. അത് മലയാളികളുടെ മുന്നിൽ അവതരിപ്പിച്ച് കാണും. അത് രാഷ്ട്രീയമാണ്. ഒരു രാഷ്ട്രീയ യുദ്ധത്തിൽ അതെല്ലാം സ്വാഭാവികമാണെന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. പക്ഷെ നിങ്ങളതല്ല ചെയ്തത്. നിങ്ങൾ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു ഈ ദുരന്തബാധിതരെ എന്നുള്ളത് പകൽ പോലെ തെളിഞ്ഞ കാര്യമാണ്. അതിൽ നിങ്ങൾക്കുണ്ടാവുന്ന കുണ്ഠിതബോധമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജാള്യതയാണ് ഇത്തരം ജൽപ്പനങ്ങൾക്ക് പിന്നിൽ എന്നുള്ളത് ഏതൊരു മലയാളിയും വിചാരിച്ചാൽ അത് തെറ്റു പറയാനില്ല. എൻ്റെ ചാണ്ടി ഉമ്മൻ സാറ് ഒരല്പനേരം ധ്യാനത്തിലിരുന്ന് ഈ ചെയ്തതെല്ലാം ശരിയായോ എന്ന് കുറച്ചു നേരം ആലോചിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം താങ്കൾക്ക് കിട്ടും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ചാണ്ടി ഉമ്മൻ സാറ് ആവേശത്തോടെയും ദോഷാകുലനായിട്ടും പറയുന്ന ആ വാചകങ്ങളുണ്ടല്ലോ, അത് താങ്കൾ തന്നെ റീവൈൻഡ് ചെയ്തൊന്ന് കേട്ടു നോക്കണം. ആ വാചകങ്ങളെല്ലാം തന്നെ അതേപടി താങ്കളുടെ നേതൃത്വത്തിനോടും കോൺഗ്രസ് നേതാക്കളോടും പറയുകയാണെങ്കിൽ വളരെ ആപ്റ്റായിരിക്കും. ഉളുപ്പുണ്ടോ കോൺഗ്രസേ? നാണമുണ്ടോ കോൺഗ്രസേ? കോടികൾ പിരിച്ച് നിങ്ങളൊരു വീട് പണിതോ കോൺഗ്രസേ എന്നെല്ലാം കറക്റ്റായിട്ട് ആ നേതാക്കളോട് താങ്കൾ ചോദിക്കുകയാണെങ്കിൽ താങ്കൾ പറയുന്നതെല്ലാം ശരിയാകും. അല്ലാതെ സർക്കാരിനോട് നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ ആര് പോയാലും കാണാൻ പറ്റുന്നതാണ്. എല്ലാ ദിവസവും അവിടെ 100 കണക്കിന് ആൾക്കാർ വരുന്നു. അവരെല്ലാം തന്നെ അത് കണ്ടിട്ട് വളരെ നല്ലൊരു പ്രൊജക്റ്റാണ്, ഇതുവരെ ലോകത്തിൽ ഇതുപോലൊരു പ്രൊജക്റ്റ് ഇല്ലയെന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ച മനുഷ്യർ, അനുഭവമുള്ളവർ, ആസ്ട്രേലിയയിൽ നിന്ന്, സ്കോട്ട്ലൻഡിൽ നിന്ന്, വിദേശത്ത് നിന്ന് പോയി വന്നവർ, വിദേശികളടക്കം പറയുന്നു നല്ല പ്രൊജക്റ്റാണ്. ഇത്തരം പ്രൊജക്റ്റ് ഇതുവരെ ഇന്ത്യയിലെന്നല്ല ലോകത്ത് തന്നെ ഉണ്ടായിട്ടില്ല. ഇത് ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് പറയുമ്പോഴാണ് പോലെയുള്ളവർ ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുന്നതെന്ന് താങ്കൾക്ക് തന്നെ ബോധ്യമാകുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ സാറെ, താങ്കൾ മഹാനായ ഒരു നേതാവിൻ്റെ മഹാനായ പുത്രനാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി, അവിടുത്തെ നിജസ്ഥിതി മനസ്സിലാക്കി, അവിടുത്തെ ദുരന്തബാധിതരെ ഓർത്ത് ഇത്തരം ജൽപ്പനങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളത് താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും നല്ലതാണെന്നുള്ള ഒരഭിപ്രായം കൂടി ഇവിടെ പറഞ്ഞു വെക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. ചാണ്ടി ഉമ്മൻ സാറെ, ഉളുപ്പുണ്ടോ, നാണമുണ്ടോ, മര്യാദയുണ്ടോ എന്നുള്ളതൊക്കെ ഒരിക്കൽ കൂടി സ്വയം ചോദിച്ചു നോക്കിയാൽ എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടും. അതോടുകൂടെ മനസ്സ് ശാന്തമാകും എന്ന് തന്നെയാണ് വിശ്വാസം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.